ഈ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചക്ക ബിരിയാണിയാണ്. ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുമാതിരിയുള്ള അധികം മൂക്കാത്ത ഒരു തല്ലൻ ചക്ക എന്ന് പറയത്തില്ല, ആ ഒരു പരുവത്തിനുള്ള ചക്ക വേണം നമുക്ക് ഉപയോഗിക്കേണ്ടത് ബിരിയാണി ഉണ്ടാക്കാൻ. ചക്കയുടെ കുരുവ് മാറ്റിയിട്ട് അതിനോട് ചേർന്നിട്ടുള്ള കളയാനുള്ള ഭാഗങ്ങൾ, അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി കളയാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അടുത്ത ഞാൻ ചീനിച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്. ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, അല്പം ഉപ്പ് കൂടി ചേർത്തോളൂ കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് ആ പരുവായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒരു കളർ വന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അതുമാതിരി മൊത്തം ചക്കയും നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഇതുമാതിരി മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ആ കുക്കിംഗ് ഓയിൽ തന്നെ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞ് വഴറ്റുവാണ്. എണ്ണ വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്പം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ ചതച്ചത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ. അത് നല്ലമാതിരി ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തേക്കണേ. നല്ലതായിരുന്നു ചൂടാക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചക്ക മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം അതിനകത്തിലേക്ക്. എന്നിട്ട് അത് നല്ലതുമാതിരി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. മസാലയുടെ ഫ്ലേവറൊക്കെ ആ ചക്കയിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കും. ടേസ്റ്റിന് ഉപ്പും കൂടി ചേർത്തേക്കണം. നല്ലതുമാതിരി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനൊരു 1/2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് വെക്കാം കേട്ടോ. അത് നല്ല കഴുകി വൃത്തിയാക്കുക. പിന്നീട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ മസാല അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് മസാല ഒരു ലെയർ അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയുടെ അല്പം ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇടുവാണ്. കുറച്ച് അങ്ങോട്ട് ഇടുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലിൽ അല്പം മസാല ഇടുവാണ്. അങ്ങനെ അത് മൊത്തം ഇങ്ങനെ ഇടുവാണ്. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെയാണ് ഞാനത് ഉണ്ടാക്കുന്നത്. പക്ഷേ ചോറ് ഞാൻ ആദ്യം വേവിക്കുന്നില്ല, അരി ഇത് ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ചോറിനകത്ത് നല്ല മസാലയൊക്കെ ശരിക്കത് പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റാണത്. അരിയും മസാലയും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും ഒഴിക്കേണ്ട. ഇതാകുമ്പോൾ കറക്റ്റിന് വെന്ത് വരും. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തേക്കും കേട്ടോ. നല്ല ടേസ്റ്റാണത്. ബിരിയാണിക്കൊക്കെ നെയ്യ് ചേർക്കണമല്ലോ, നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വയ്ക്കാം കേട്ടോ. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എല്ലാം കറക്റ്റായിട്ട് വെന്തിരിക്കാം കേട്ടോ. ബിരിയാണി വേവുന്ന നേരത്തിന് നമുക്ക് അല്പം സൈഡ് ഡിഷായിട്ട് സലാഡ് ഉണ്ടാക്കാം. ഇത് തൈര് എടുത്തിട്ടുണ്ട്, അല്പം ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ടൊമാറ്റോയോ ഉള്ളിയോ എന്ത് വേണമെങ്കിലും. ഞാൻ ഇച്ചിരി സവാള കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ ചേർക്കുന്നത്, കാരണം ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണായിട്ട് ഒത്തിരി നല്ലതുമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്, അതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ചേർത്തു. ഇത് നല്ലമാതിരി പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ട് വെള്ളവും കൂടിയിട്ടില്ല, നല്ല വേവൊക്കെ ചെയ്ത് നല്ല മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് കാണാൻ നല്ല അട്രാക്ഷനും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം അണ്ടിപ്പരിപ്പ് നെയ്ക്കകത്തൊന്ന് ഞാൻ മൂപ്പിച്ച് ഇടുവാണേ. മൂപ്പിച്ചിട്ട് കഴിഞ്ഞു. അപ്പം നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്കത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ഡിഷാണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.